ഹലോ, ഐ ആം റെഡ്. ഹലോ, ഐ എം ഗ്രീൻ. എല്ലാവർക്കും നമസ്കാരം. മാസ്ക് ആൻഡ് മസാലയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങാം. ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ 7 കാണാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മത്സരാർത്ഥികളെയും വിലയിരുത്തി മുന്നോട്ട് പോകാം. അതിനായി നമുക്ക് ഗെയിം തിയറി, ഡാർക്ക് സൈക്കോളജി അങ്ങനെ പല പല ടൂളുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്കും ഇതിൽ ഓരോരുത്തരെ അനലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ തരുന്നതാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതെ, ആ അവസരങ്ങൾക്കായി കാത്തിരിക്കുക, മാക്സിമം ഉപയോഗിക്കുക. ഇപ്പൊ 7 വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് പൊളിക്കാം. പൊളിക്കാം. അപ്പൊ തുടങ്ങുമല്ലേ? സോ നമുക്ക് ബിഗ് ബോസ് 7 മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. സോ പ്ലെയർ നമ്പർ 1 അനീഷാണ്. അനീഷ് ഒരു കോമണറാണ്. മലയാളത്തിലെ ആദ്യത്തെ മെയിൽ കോമണർ എന്നുള്ളൊരു പ്രത്യേകത അനീഷിനുണ്ട്. അനീഷ് റൈറ്റർ ആണ്. അതെ, നമുക്ക് അനീഷിൻ്റെ സ്ട്രാറ്റജികളും ഗെയിം പ്ലാൻസും ഒക്കെ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് കാണാം. പ്ലെയർ നമ്പർ 2 അനുമോളാണ്. ഒരു ഫെമിലിയർ ഫേസ് ആണ്. ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക് ടമർ പടാർ. അതെ, എനിക്ക് തോന്നുന്നു അനുമോൾ ഈ വർഷത്തെ ഡ്രാമ ക്യൂൻ ആവാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അനുവിൻ്റെ പെർഫോമൻസും സ്ട്രാറ്റജീസും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത്. നമ്പർ 3 ആര്യൻ കത്തൂരിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പഞ്ചാബി നെയിമാണെന്ന് തോന്നുന്നു. പക്ഷെ ആര്യൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കൊച്ചിയാണ്. ആക്ടറാണ്. മലയാളിയാണ്. എനിക്ക് തോന്നുന്നു വടക്കൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഏതോ ഒരു പ്രൊജക്റ്റ് വരാനിരിക്കുന്നു. ആര്യൻ്റെ ഇൻട്രോ വീഡിയോയിൽ പറയുന്നുണ്ട് ആര്യൻ ഒരു കണ്ടസ്റ്റന്റ് അല്ല, ഒരു എപ്പിസോഡാണെന്ന്. നമുക്ക് നോക്കാം ഒരു ട്രെയിലറിനുള്ള വകയെങ്കിലും ഉണ്ടോ വരും ദിവസങ്ങളിൽ. പ്ലെയർ നമ്പർ 4 കലാഭവൻ സരിക. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, കൊമേഡിയൻ ആണ്. ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്. അതെ, ടെലിവിഷൻ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനം. നന്നായി പാട്ട് പാടും. നല്ലൊരു എന്റർടൈനർ ആണ്. നമുക്ക് നോക്കാം. നമ്പർ 5 അക്ബർ ഖാൻ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്. സ്റ്റാർ സിംഗർ, സരിഗമപ്പയിലൂടെയൊക്കെ നമ്മൾ എന്റർടൈൻമെന്റ് ഉള്ള ഒരാളാണ്. അതെ, ബിഗ് ബോസിൽ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് നമുക്ക് കാണാം. അതെ അതെ, നമുക്ക് നോക്കാം അക്ബറിന്റെ ഗെയിം പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതെ. നമ്പർ 6 RJ ബിൻസി. ബിൻസി ഒരു 2 years ആയിട്ട് RJ ഫീൽഡിലുണ്ട്. ഒരു ഇൻഫ്ലുവൻസർ കൂടെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതെ അതെ. പ്ലെയർ നമ്പർ 7 ഒനിയൽ സാബു ആണ്. ആളൊരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ്. ഷെഫാണ്, അഡ്വക്കേറ്റ് ആണ്, പലതരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഒക്കെ നടത്തുന്ന ആളാണ്. നമുക്ക് നോക്കാം ആളുടെ ഗെയിം പ്ലാനുകളും സ്ട്രാറ്റജീസും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ. പ്ലെയർ നമ്പർ 8 ബിന്നി സെബാസ്റ്റ്യൻ. ഏഷ്യാനെറ്റിൽ തന്നെയുള്ള ഒരു സീരിയൽ ആക്ട്രസ് ആണ്. അതെനിക്കൊന്ന് ആക്ടർ നൂബിന്റെ വൈഫാണ്. നമ്പർ 9 അഭിശ്രീ ആണ്. ആളൊരു ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്, മോഡലാണ്. എനിക്ക് തോന്നുന്നു കുറെ ലൈഫ് ഇഷ്യൂസ് ഒക്കെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നൊരു പോരാളിയാണ്. നമുക്ക് നോക്കാം അദ്ദേഹം എവിടെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ വരും ദിവസങ്ങളിൽ. മുൻഷി രഞ്ജിത്താണ്. വീണ്ടും ഒരു ഫെമിലിയർ ഫേസ് ആണ്. ഏഷ്യാനെറ്റിലെ തന്നെ വിവിധ പ്രോഗ്രാമുകളിലൂടെയൊക്കെ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം വീണ്ടും ബിഗ് ബോസിലൊരു റീ എൻട്രി നടത്തുന്നു. നമ്പർ 12 ഗിസലാണ്. ഗിസൽ ഒരു ബിസിനസ് വിമൻ ആണ്. ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അതെ, ഇപ്പൊ മലയാളം ബിഗ് ബോസിലും ഉണ്ട്. എനിക്കൊന്ന് വളരെ റയർ ആയിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ഒക്കറൻസ്. 2 തവണ ബിഗ് ബോസിൽ മത്സരിക്കാൻ അവസരം കിട്ടുക. ആളൊരു മലയാളിയാണ്, ആലപ്പുഴക്കാരിയാണെന്ന് തോന്നുന്നു. നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഗിസലിന് മലയാളം ബിഗ് ബോസിൽ എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടുത്തെ ഓഡിയൻസിനെ എങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം. പ്ലെയർ നമ്പർ 13 ഷാരികയാണ്. ഷാരിക ഒരു ആങ്കർ ആണ്, ഇന്റർവ്യൂവർ ആണ്. ഷാരികയ്ക്ക് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ പ്രോഗ്രാം ഉണ്ട്. അതിൽ പലരെയും ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ ഹീറ്റ് ആക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് നോക്കാം ബിഗ് ബോസിലെ ഷാരിക ആരെയൊക്കെയാണ് ഹോട്ട് സീറ്റിൽ ഇരുത്തുന്നത്, ഷാരികയെ ആരെയൊക്കെയാണ് ഹോട്ട് സീറ്റിൽ ഇരുത്തുന്നത് എന്നൊക്കെ. 14 ഷാനവാസ് ആണ്. കുങ്കുമപ്പൂയിലെ രുദ്രൻ എന്ന് പറഞ്ഞ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം. അദ്ദേഹം ഒരു ടെലിവിഷൻ ആക്ടറാണ്, നല്ലൊരു എന്റർടൈനർ ആണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം നന്നായി ഗെയിം കളിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. നമ്പർ 15 നവീൻ ജോർജ് ആണ്. അദ്ദേഹം ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആണ്, മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെയും വരും ദിവസങ്ങളിലെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത്. പ്ലെയർ നമ്പർ 16 അവർ രണ്ടുപേരാണ്, ആദില ആൻഡ് നൂറ. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഒരു സമയത്ത്. ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ബിഗ് ബോസിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾ എന്നുള്ള ഒരു ടാഗ് അവർക്ക് ഉണ്ട്.
എനിക്ക് തോന്നുന്നു അവർ നന്നായി പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിക്കലായിട്ടാണ് ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അതെ. പ്ലെയർ നമ്പർ 17 ശൈത്യയാണ്. ശൈത്യയും ശൈത്യയുടെ അമ്മയും കഴിഞ്ഞ വർഷത്തെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സിലൊക്കെ ഉണ്ടായിരുന്നു. ഇവർ അമൃത ടി.വിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല. അപ്പോൾ അവർ ട്രോഫി തിരിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശൈത്യ ഒരു അഡ്വക്കേറ്റ് ആണ്, ഡാൻസർ ആണ്, അതെ, ഹാപ്പി എന്നുള്ള പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. അതെ. നമുക്ക് നോക്കാം ശൈത്യ എത്രത്തോളം പ്ലാനിങ്ങോട് കൂടിയാണ് ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത്. പ്ലെയർ നമ്പർ 18 രേണുസുതി. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പം സജീവമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് നോക്കാം രേണുസുതി എങ്ങനെയാണ് അവിടെ ഗെയിം കളിക്കാൻ പോകുന്നത്, എന്തൊക്കെ അതെ വിക്ടിം കാർഡ് ഇറക്കുമോ, നമുക്ക് നോക്കാം. പ്ലെയർ നമ്പർ 19 അപ്പാനി ശരത്. അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ചു. എനിക്ക് അദ്ദേഹം ഒരു ബ്രേക്കിലായിരുന്നു, ഇപ്പോ വീണ്ടും സജീവമാവുന്നു ബിഗ് ബോസിലൂടെ. നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ വരും ദിവസങ്ങളിലെ ഗെയിം പ്ലാനുകളും. അപ്പോൾ ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നായിരുന്നു. സോ വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് എല്ലാവർക്കും ഒരു പണി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടേക്ക് കയറുന്നതിന് മുന്നേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ 3 പേര് വിജയിച്ചിട്ടുണ്ട്. ആര്യൻ കത്തൂരിയ, ബിന്നി സെബാസ്റ്റ്യൻ ആൻഡ് ഷാനവാസ്. അതെ. അപ്പൊ അവർക്ക് 3 പേർക്കും ബിഗ് ബോസ് ഒരു അഡ്വാൻറ്റേജ് കൊടുത്തു. അവരുടെ മാത്രം കംപ്ലീറ്റ് ലഗേജ് അകത്തേക്ക് കൊടുത്തു, ബാക്കിയുള്ളവരുടെ കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കിടാൻ ഡ്രസ്സുകളൊന്നുമില്ല. അപ്പോ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അതെ. അപ്പോ അവർക്കൊരു ടാഗ് കൊടുത്തു, കൈക്കട്ട. അതെ. അപ്പൊ ആ ടാഗ് അടിച്ചു മാറ്റിയാൽ അടിച്ചു മാറ്റുന്ന ആൾക്ക് അയാളുടെ ഡ്രസ്സും തിരിച്ചു കൊടുക്കും. അതാണ് ഗെയിം. സോ ഇറ്റ്സ് എ നൈസ് മൂവ് ഫ്രം ബിഗ് ബോസ്. ആദ്യത്തെ ദിവസം തന്നെ ആ ഒരു ഗെയിമിനൊരു വാമപ്പ് കൊടുക്കാതെ നല്ലതാണ്. അതിന്റെ പല 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 വേർഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുവേണ്ടി പലരും കടിപിടി കൂടുന്നു, പ്രൊവോക്ക് ചെയ്യുന്നു. അക്ബറെ തട്ടിയെടുക്കുന്നു. അതെ, ആദില നൂറ പല പ്രൊവോക്കിംഗ് സ്ട്രാറ്റജീസും ആര്യന്റെ അടുക്കല് ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാരും കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത്. സോ നാളത്തെ എപ്പിസോഡിന് വേണ്ടി നിങ്ങളെപ്പോലെ ഞങ്ങളും കാത്തിരിക്കുന്നു. അപ്പോ ബൈ ബൈ, നാളെ കാണാം.